ഓ ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞ തുണിയിടണത്. എന്ത് കഷ്ടപ്പാട് എന്റെ പൊന്നെ. വേണ്ട. ചേച്ചിനെ സഹായിക്കാൻ എത്ര പേരാ? ആ ഇന്നിവിടെ എല്ലാരും ഉണ്ട്. അവിടത്തെ ഉള്ളവർക്ക് എന്തിയെ? നമുക്ക് വല്ല സഹായിക്കോ? നീ എന്താണ് ഇങ്ങനെ നിക്കുന്ന? അവനിനി എന്ത് ചെയ്യണോന്ന് നോക്കി നിക്കാണ്. പിന്നെ എന്താ വിശേഷം? എന്ത് വിശേഷം? നിന്റെ മുഖം കണ്ടിട്ട് എന്താ വിശേഷമുള്ള പോലെ ഉണ്ടല്ലോ. എന്താ പറയാനുണ്ട്? ഒന്നുമില്ല ചേച്ചി, ചുമ്മാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചിയോട് പറയാതിരിക്കുവോ? അത് ശരിയാ. ഞാൻ എന്തെങ്കിലും വിശേഷമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം നിന്നോടും കനകനോടും അമ്മേനോടൊക്കെ വന്ന് പറയും. പക്ഷെ നമുക്കങ്ങനെ എല്ലാരെയും പ്രതീക്ഷിക്കാൻ പറ്റൂലല്ലോ. അതെന്തോ മനസ്സിൽ വെച്ച് പറയുവാണല്ലോ. നിങ്ങൾ അവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ പോവല്ലേടി? റൊണാൾഡോ ചേച്ചൻ പറഞ്ഞ. എന്നിട്ട് എന്തേ പറയാതിരുന്നേ? ചേച്ചി അതൊരു ഇങ്ങനെ ഒരു ആലോചന അത്രേ ഉള്ളു. അത് ആവാതെ പിന്നെ എങ്ങനെ ചേച്ചിയോട് വന്ന് പറയണത്? ആലോചനയൊന്നും അല്ല, നിങ്ങൾ സ്ഥലമൊക്കെ നോക്കണ കണ്ട്. അതെന്താന്നോ ചേച്ചി, ഇപ്പൊ അവിടെ വാടകയല്ലേ, അവിടെ ഭയങ്കര പിള്ളേർ കൂട്ടിട്ട് നിക്കാൻ പറ്റുന്ന വെച്ചാൽ പിള്ളേർ കൈയൊക്കെ എടുക്കുമ്പോ ഒരു കൊച്ചിന്റെ കഴുത്തിനിട്ടൊക്കെയാ കൊള്ളണത്. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും നോക്കാന്ന് പറഞ്ഞു. വേറെ എവിടെയെങ്കിലും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പൈസ ചേച്ചി ഓഡിറ്റോറിയത്തിന് കിട്ടണ പൈസ അങ്ങോട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അത് ഏട്ടനോട് പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞ് ഒന്നെങ്കിൽ നമുക്ക് ആ സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ഇവിടെ തന്നെ ചെയ്തുകൂടെ എന്ന് ചോദിച്ച്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ച്, അത്രേ ഉള്ളു. അത് അച്ഛൻ ഇവിടെ വന്ന് കത്തിച്ചത്. കത്തിച്ചതൊന്നുമല്ല, അവനൊന്നുമില്ലാതെ പറയുന്നില്ലല്ലോ. ഡാൻസ് ക്ലാസിന്റെ പേരൊക്കെ ചോദിച്ചു. അയ്യേ, അതൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. നടക്കട്ടെ. പിന്നെ മാമി, ആ ഡാഡി ഉണ്ടല്ലേ അമ്മയ്ക്കൊരു തയ്യൽ കട തുടങ്ങാൻ പറഞ്ഞിരിക്കുന്നു. എവിടെ? ആ ആടെ മുറ്റത്തല്ലോ ആയിരിക്കും. ഓ, അതെപ്പോ പ്ലാൻ ചെയ്ത്? അത് എടാ എവിടെ എപ്പോ പ്ലാൻ ചെയ്തടാ ഇത്? അതെപ്പോഴാണ് എന്തോ പ്ലാൻ ചെയ്തത്? കുറച്ചു മുമ്പൊക്കെ പ്ലാൻ ചെയ്ത്. ഓഹോ, ചേച്ചി എന്ത് ആലോചിച്ചാലും ഇവിടെ വന്ന് പറയുമല്ലേ? അതിങ്ങനെ ആലോചനയുള്ളല്ലോ, തുടങ്ങാൻ പ്ലാനൊന്നുമില്ല. ആലോചനയേ ഉള്ളു. ആയിക്കോട്ടെ. എത്ര മുറിയാ? 4 മുറി ഒരു അടുക്കളയും വെച്ചാലോ എന്ന് ആലോചിക്കാം. പിന്നെ വീട് ഇതാക്കിയാ പോരെ? അതെ, അങ്ങനെ ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്ലാനിങ് പലതും നടക്കുന്നുണ്ട്. ഡാഡിയല്ലേ പറയില്ലെന്ന് ഇനി അതിന് കിടന്നു ഞാൻ വഴക്കുണ്ടാക്കും. ഞാനാണ് പറഞ്ഞു, ഇവനല്ലേ പറഞ്ഞത്. മേടിച്ചോണ്ടാ മതി ഡാഡി. നീ ഒന്നും ചെയ്തില്ല, നീ പറഞ്ഞതേ ഉള്ളൂ. നീ അല്ലേ പറഞ്ഞത് ഡാഡിനോട് ഞാനൊന്നും പറയൂലെന്ന്. ഈ മാമി അറിയില്ല. ഡാഡി വന്ന് നിന്നെ വഴക്കോ? ഞാൻ പറയും, എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ പോണം.